ഇന്റലിജൻസ് നമ്മുടെ ഓർണമെന്റ്സ് വീഡിയോയിൽ നൈസ് ചെയിൻ്റെ ഐറ്റം കേട്ടോ. ഞാൻ ഇതെപ്പോഴും കാണിക്കാനുള്ള മോഡൽ തന്നെയാണ്, കാരണം ഇതിപ്പോഴും എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. ഇങ്ങനത്തെ ചെറിയ പേൾ വരുന്നു, അല്ലെങ്കിൽ ഈ ഒരു നൈസ് ചെയിനിലോട്ട് ഇങ്ങനെ കുഞ്ഞു ലോക്കറ്റ്, 7 സ്റ്റോൺസ് ലോക്കറ്റ് ആണെങ്കിൽ അത്രയും ഇഷ്ടം എല്ലാവർക്കും. അപ്പം അങ്ങനത്തെ ഇത് ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റം കേട്ടോ. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്കൊരു 500 പ്രൈസ് റേഞ്ചിലേക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഗേൾസിനൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം കേട്ടോ. കാരണം നമുക്കൊരു ഡയമണ്ട് ഫീൽഡ് തന്നെ ഇടാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ്, നല്ല നൈസായിട്ടുള്ള ചെയിനാണ്. സാധാരണ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ തിൻ ചെയിൻ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല ലോക്കറ്റൊക്കെ നമ്മുടെ ഡയമണ്ട് പോലിരിക്കുന്ന ലോക്കറ്റുമായിട്ട് എല്ലാ പെൺപിള്ളേർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. പെൺപിള്ളേർക്ക് നല്ല എല്ലാവർക്കും എപ്പോഴും വേണം ഇടാൻ പറ്റുന്നൊരു ഐറ്റം. പിന്നെ സ്ഥിരം ഉപയോഗിക്കാൻ ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. അത് നോക്കിയിട്ട് എടുക്കാവുള്ളൂ. ഞാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എനിക്കൊന്ന് ബോഡി ടെമ്പറേച്ചർ ചിലപ്പോൾ കൂടുതലുള്ളവർക്ക് ഒരുപാട് ദിവസം നിൽക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ ഓക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ. ഞാനൊക്കെ എങ്ങനെ ഇട്ടാലും ഒത്തിരി നാളത്തേന്, ഞാനിപ്പം ഒരു 4-5 മാസം എങ്ങനെയാണെങ്കിലും എനിക്കൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ചിലർക്ക് കിട്ടാറില്ല. അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ബോഡിക്ക് സ്യൂട്ട് ആവുന്നുണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എക്സ്ട്രാ കുറച്ച് ചെയിനും കൊടുത്തിട്ടുണ്ട്. ഞാൻ സാറിന് കാണിക്കുന്ന മോഡൽ തന്നെ ഈ രീതിയിൽ അതിൻ്റെ ലോക്ക് വരുന്നത്. നമ്പർ R135, 500 ഇല്ല കേട്ടോ, 460 രൂപയുള്ള എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല. അടുത്തതെന്ന് പറയുന്നത്, ഇനി ഗോൾഡ് വേണ്ട, സിൽവറിനോട് താല്പര്യമുള്ള കുറേ പേര് കാണുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ കളറിൻ്റെ പ്രശ്നമൊന്നും വരത്തുമില്ല. അപ്പോൾ ഇതും നല്ല രസമാണ് കേട്ടോ. താഴെ അത് പേള്, നല്ല പേളാണ് കേട്ടോ വെച്ചേക്കുന്നത്. മേളിലോട്ടായിട്ടാണെങ്കിലും നല്ല 7 സ്റ്റോണിൻ്റെ ആ ഒരു സിൽവർ ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത്. ഒരുപാട് വലുതൊന്നുമല്ല, കുഞ്ഞു തന്നെയാണേ. അങ്ങനെ തീരെ പൊടിയല്ല, എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലോക്കറ്റാണ് കൊടുത്തേക്കുന്നത്. അതിങ്ങനെ മൂവ് ചെയ്യും കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ അല്ലാതെ തന്നെ ഊരാൻ പറ്റത്തില്ലായിരിക്കും, കാരണം ഇതിൻ്റെ അറ്റത്തെ ആ ഒരു ഇതുകൊണ്ട് ഊരാൻ പറ്റത്തില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ പോയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് R136, റേറ്റ് സെയിം ആട്ടോ, 460. അടുത്തൊരു റിങ്ങിൻ്റെ കുറച്ച് സ്റ്റൈലിഷ് പാറ്റേണിൽ ഇടാൻ പറ്റുന്നൊരു ഐറ്റം. 2 റിങ്ങിൽ ഇങ്ങനെ കോർത്തിട്ടേക്കുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല, അത് ഫിക്സ്ഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. തിൻ ചെയിൻ തന്നെ ഇതിനും കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല നൈസായിട്ടുള്ള ചെയിനുകളാണ് ഇതെല്ലാത്തിനും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ P983. ഇതതിൽ റേറ്റ് കുറവ് കേട്ടോ, 340 രൂപയുള്ളൂ, 340. കുറച്ച് വെറൈറ്റി ഐറ്റം കേട്ടോ. അതായത് സിൽവർ ചെയിനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സിൽവർ എന്ന് വെച്ചാൽ ഒറിജിനൽ സിൽവർ അല്ല കേട്ടോ, ഇതെല്ലാം അങ്ങനെ ഒരു ഇമിറ്റേഷനിൽ വരുന്ന ഐറ്റംസാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ചെയിനും കുറച്ച് ഡിഫറെൻറ്റാണ്, ഇതിൻ്റെ പാറ്റേണും കുറച്ച് വെറൈറ്റി അല്ലേ. ഇത് മൂവ് ചെയ്യും കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പേള് ഓടി നടക്കുന്ന ഒരു പാറ്റേണാണ്. പേളിൻ്റെ ഡിസൈനാണ്, ഇങ്ങനെ കുറേ പേളിങ്ങനെ അടുക്കിയിട്ടേക്കുന്ന പോലത്തെ ഒരു നല്ല ഡിസൈൻ. അതും സിമ്പിളായിട്ടല്ലാതെ ഇടാൻ എപ്പോഴും ഇടാനൊക്കെ നല്ല കേട്ടോ. സിൽവർ ആയതുകൊണ്ട് കുഴപ്പമില്ല, എപ്പോഴും ഇടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്പർ P997. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഗിഫ്റ്റ് കൊടുക്കാൻ അടിപൊളി ഐറ്റം കേട്ടോ. ഇതിൻ്റെ റേറ്റ് ആണ് റീസണബിളാണ്, 380 ഉള്ളൂ, 380.